പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ വയനാട്. കണ്ണൂർ വിമാനമിറങ്ങുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് പോകും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയും ഗവർണറും പുറപ്പെട്ടു കഴിഞ്ഞു. കണ്ണൂർ എയർപോർട്ടിലേക്ക് BJP നേതാക്കളും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞു. മേപ്പാടിയിൽ നിന്ന് ഷഹദ് റഹ്മാൻ, കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് അരുൺ പാറയ്ക്കൽ എന്നിവർ ചേരുന്നു. ആദ്യം നമുക്ക് മേപ്പാടിയിലെ ഷഹദിലേക്ക് പോകാം. അത് കഴിഞ്ഞ് അരുൺ പാറയ്ക്കൽ കണ്ണൂർ എയർപോർട്ടിലുണ്ട്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ഷഹദ്, ഈ യഥാർത്ഥത്തിൽ ഇന്ന് എന്തൊക്കെയാണ് പ്രധാനമന്ത്രി ആകാശ നിരീക്ഷണം നടത്തുന്നതിന് പുറമെ അദ്ദേഹം നേരിട്ട് ചില മേഖലകൾ സന്ദർശിക്കും, അതുപോലെ അദ്ദേഹം റിവ്യൂ മീറ്റിങ്ങിലും പങ്കെടുക്കുമെന്നറിയുന്നു. അതൊക്കെ ഒരു വലിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഞാൻ നിൽക്കുന്നത് എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേപ്പാടി ടൗണിലാണ്. ഇവിടെയാണ് വാഹനങ്ങളൊക്കെ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് എത്തുന്നത്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒഫീഷ്യൽ വാഹനങ്ങൾ മാത്രമേ കടത്തി വിടുകയുള്ളൂ. ഞാൻ നിൽക്കുന്ന ഈ ഭാഗം മേപ്പാടി ഈ ചൂരൽമല റോഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇത്തരത്തിൽ ഒഫീഷ്യൽ വാഹനങ്ങൾ മാത്രം, അതായത് സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രത്യേകിച്ച് മന്ത്രിമാർ, അതുപോലെ തന്നെ മറ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ മാത്രമേ അവിടേക്ക് കയറ്റി വിടുകയുള്ളൂ. ബാക്കി ആളുകളെ ഇവിടെ തടയുകയാണ് നിലവിൽ ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള പോലീസ് വിന്യാസമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സേനകളെയാണ് ഇപ്പോൾ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും 11:45 ആകുമ്പോഴേക്കും അദ്ദേഹം വയനാട്ടിൽ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹെലിപ്പാഡിൽ വയനാട് കൽപ്പറ്റയിലുള്ള ഹെലിപ്പാഡിൽ വന്നിറങ്ങുകയാണ് ചെയ്യുക. പിന്നീട് അവിടെ നിന്നും റോഡ് മാർഗമാണ് അദ്ദേഹം ഈ മേപ്പാടിയിലേക്ക് അതുപോലെ തന്നെ എത്തുക. പിന്നെ അവിടുന്ന് ചൂരൽമല റോഡിലേക്ക് കയറുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അവിടെ എത്തി ഈ ദുരന്ത മേഖല ആദ്യം സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും ആ മേഖല പരമാവധി നല്ല രീതിയിൽ തന്നെ സന്ദർശിക്കും. അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ് എന്നുള്ളതൊക്കെ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി പരമാവധി സന്ദർശനം നടത്തും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം അവിടെയുള്ള ബെയിലി പാലത്തിൽ അദ്ദേഹം ഈ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച് ചർച്ച നടത്തും. അവിടെ നിന്നായിരിക്കും അദ്ദേഹം ബെയിലി പാലത്തിൽ കയറിയിട്ടായിരിക്കും ഇത്തരത്തിൽ ഈ സന്ദർശനം നടത്തുക, അല്ലെങ്കിൽ ഈ മേഖല പൂർണ്ണമായിട്ടും നോക്കിക്കാണുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇവിടെ തൊട്ടടുത്തായിട്ടുള്ള ഹോസ്പിറ്റലിൽ അദ്ദേഹം സന്ദർശനം നടത്തും. അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ അദ്ദേഹം സന്ദർശിച്ച നേരിൽ കണ്ട് സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം ലഭിച്ചിട്ടുള്ള വിവരം. അതിനുശേഷം അദ്ദേഹം ഒരു ക്യാമ്പിൽ സന്ദർശിക്കും. മേപ്പാടി സ്കൂളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വലിയ ക്യാമ്പുള്ളത്. അവിടെ ഏകദേശം 700ഓളം പേരുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ കുറച്ച് പേർ വീടുകളിലേക്കും അതുപോലെ തന്നെ ബന്ധു വീടുകളിലേക്കും ഒക്കെ പോയിട്ടുണ്ട്, വാടക വീടുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കുറച്ചധികം ആളുകൾ ആ ക്യാമ്പിലുണ്ട്. അപ്പോൾ ആ ക്യാമ്പിലുള്ള ആളുകളെ കണ്ട് അവരുമായിട്ട് സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം കളക്ടറേറ്റിൽ ഒരു യോഗമുണ്ട്. ആ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മേപ്പാടി ടൗണിലാണ് നമ്മളുള്ളത്. ഇവിടെ അതായത് നഗരം മൊത്തം പൂർണ്ണമായിട്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൽപ്പറ്റ മുതൽ ഈ മേപ്പാടി ഭാഗം വരെയുള്ള മേഖലകളൊക്കെ തന്നെ ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടകമ്പോളങ്ങളൊക്കെ പരമാവധി അടച്ചിടണം അതായത് ഇന്ന് ഈ വാഹനം വരുന്ന ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ മേപ്പാടി ടൗണിലൊന്നും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ല, വാഹനങ്ങൾക്ക് മാത്രമേ നിയന്ത്രണമുള്ളൂ. അതുപോലെ തന്നെ ഈ സമീപത്തുള്ള കടകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ കാൽനടയായിട്ട് മാത്രം ഈ മേഖലകളിലേക്ക് പോവുക, വാഹനങ്ങൾ കയറ്റി വിടില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് നിലവിൽ ഉള്ളത്. എന്തായാലും കനത്ത സുരക്ഷയിലാണ് വയനാട്, പ്രത്യേകിച്ച് ഈ ചൂരൽമല മേഖലയൊക്കെ എന്ന് പറയുന്നത് മാവോയിസ്റ്റ് സാന്നിധ്യം കൂടിയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഡബിൾ സെക്യൂരിറ്റിയാണ് ഇവിടെ പ്രധാനമായിട്ടും ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് കാണാം ഈ വഴിയോരങ്ങളിലൊക്കെ തന്നെ വേലി കെട്ടി നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെ തന്നെ ബാരിക്കേഡുകൾ വെച്ച് നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ പ്രധാനമന്ത്രി വരുമ്പോൾ ആളുകൾക്ക് കാണണമെങ്കിൽ ഈ ബാരിക്കേഡിന് അപ്പുറത്തായിട്ട് കാണാനുള്ള സൗകര്യമാണ് പ്രധാനമായിട്ടും ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അരുൺ പാറയ്ക്കൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മുഖ്യമന്ത്രിയും ഗവർണറും കണ്ണൂർ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ. CK പത്മനാഭൻ, PK കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ, AP അബ്ദുള്ള കോട്ടി തുടങ്ങിയ BJPയുടെ സീനിയർ നേതാക്കന്മാരെല്ലാം തന്നെ കണ്ണൂർ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്നവരും. അരുൺ പാറയ്ക്കൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, എയർപോർട്ടിലെ നേതാക്കന്മാരെല്ലാം വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയും ഗവർണറും എപ്പോഴെത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന?
ഗുഡ് മോർണിംഗ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 10 മിനിറ്റ് മുൻപാണ് കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രിയും ഗവർണറും ഇങ്ങോട്ടേക്ക്, അതായത് ഈ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടത്. ഇപ്പോൾ നിലവിൽ BJPയുടെ സീനിയർ നേതാക്കൾ എല്ലാവരും തന്നെ, മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. PK കൃഷ്ണദാസ്, അതുപോലെ തന്നെ MT രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി ഇപ്പോൾ ഈ ക്ലിയറൻസിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുകളിലേക്ക്, അതായത് ഈ ഹെലികോപ്റ്റർ നിൽക്കുന്ന ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെയായിരിക്കും ഈ പ്രധാനമന്ത്രിയെ ലൈനപ്പ് ചെയ്യുന്നതിനുള്ള പദ്ധതികളൊക്കെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിയും ഗവർണറും അല്പസമയത്തിനകം തന്നെ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. SKN ഇവിടെ ഈ കനത്ത സുരക്ഷയിലാണ്, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് കണ്ണൂർ എയർപോർട്ടിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേതാക്കന്മാരെല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 11:20 കൂടിയാണ് പ്രധാനമന്ത്രി ഇവിടെ കണ്ണൂർ എയർപോർട്ടിലെത്തുന്നത്. 11:25 ഹെലികോപ്റ്റർ മാർഗം തിരിച്ച് വയനാട്ടിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും അരുൺ പാറക്കൽ തത്സമയം ചേരുകയായിരുന്നു.